ജിജീഷിലേക്കാണ് എത്തുന്നത്. ജിജീഷ്, ഈ താനൂർ കസ്റ്റഡി കൊലപാതക കേസ് അതിൽ സുപ്രധാന നീക്കത്തിലേക്ക് തന്നെയാണ് CBI കടക്കുന്നതെന്നതിൽ സംശയമില്ല. രണ്ടാം ഘട്ട തിരിച്ചറിയൽ പരേഡാണ് ഇന്ന് നടക്കുന്നത്. സുപ്രധാന സാക്ഷികളെ കൂടി ഉൾപ്പെടുത്തിയാണ് ഈ തിരിച്ചറിയൽ പരേഡ്. അതുകൊണ്ട് തന്നെ ഇതിൽ എന്ത് റിസൾട്ട് വന്നാലും അത് ഈ കേസിൽ ഏറ്റവും അധികം നിർണായകമായിരിക്കും എന്നതിലും സംശയമില്ല. അനു, ഏറ്റവും പ്രധാനപ്പെട്ട ചില നീക്കങ്ങളിലൂടെ തന്നെയാണ് CBI താമിർ ജിഫ്രി കൊലപാതക കേസുമായി ബന്ധപ്പെട്ട്, കസ്റ്റഡി കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. കാരണം CBI അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷമായിരുന്നു നിർണായകമായ 4 അറസ്റ്റുകൾ നടന്നത്. പോലീസ് ഉദ്യോഗസ്ഥരായ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് നേരത്തെ കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ഒരു ഘട്ടത്തിലും കടന്നിരുന്നില്ല. തുടർന്നാണ് ബന്ധുക്കൾ, താമിർ ജിഫ്രിയുടെ ബന്ധുക്കളടക്കം താനൂർ സ്റ്റേഷനിൽ മരിച്ച പിന്നീട് അത് പോലീസിന്റെ ക്രൂരമർദ്ദനമേറ്റതായി മൊഴികൾ ലഭിച്ച താമിർ ജിഫ്രിയെ സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം ലഭിക്കണം ആ മരണത്തിൽ എന്ന ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബന്ധുക്കൾ കോടതിയെ അടക്കം സമീപിച്ചു. അങ്ങനെയാണ് CBI അന്വേഷണത്തിലേക്ക് എത്തുന്നത്. എന്നാൽ ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ ആഴ്ച ഒരു തിരിച്ചറിയൽ പരേഡ് നടന്നിരുന്നു. ഈ 4 പ്രതികളെക്കായി, ഈ സിവിൽ പോലീസ് ഓഫീസർമാരായ 4 പ്രതികളെ കണ്ടതായി, അന്ന് അവർ മർദ്ദിച്ചതായി മൊഴി നൽകിയ സാക്ഷികളെയായിരുന്നു തിരിച്ചറിയൽ പരേഡിനായി എത്തിച്ചത്. അന്ന് എത്താൻ കഴിയാത്ത നിരവധി സാക്ഷികളുണ്ടായിരുന്നു. ചില സാക്ഷികൾ അല്പം വൈകിയത് കൊണ്ട് തന്നെ ഈ ഒരു തിരിച്ചറിയൽ പരേഡിൽ പങ്കെടുക്കാൻ കഴിയുകയും ചെയ്തിട്ടില്ല. എന്നാൽ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഈ സാക്ഷികൾ, പ്രതികളെ തിരിച്ചറിയേണ്ടത് ഏറ്റവും പ്രധാനമാണ്. കോടതിയിലേക്ക് കേസ് വരുന്ന ഘട്ടത്തിൽ മർദ്ദിച്ച ആളുകൾ എന്ന് ഈ സാക്ഷികൾ തന്നെ മൊഴി നൽകിയ, അതിക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ടു എന്ന് മൊഴി നൽകിയ, മറ്റു ചില കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി അടക്കം മർദ്ദിച്ചു എന്ന മൊഴി നൽകിയ ആ സാക്ഷികൾ ഈ പ്രതികളെ തിരിച്ചറിയുക എന്നത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഒരിക്കൽ കൂടി കോടതിയുടെ അനുമതി വാങ്ങിയ ശേഷം ഇന്ന് വീണ്ടും തിരിച്ചറിയൽ പരേഡ് അന്വേഷണ സംഘം CBI നടത്തുന്നത്. ഇതിനായി എറണാകുളം CJI കോടതിയിൽ കഴിഞ്ഞ ദിവസം അപേക്ഷ നൽകിയിരുന്നു. തുടർന്ന് CJI കോടതി ഇത്തരത്തിൽ തിരിച്ചറിയൽ പരേഡ് നടത്താൻ, ഒരിക്കൽ കൂടി തിരിച്ചറിയൽ പരേഡ് നടത്താനുള്ള അപേക്ഷ അംഗീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട നടപടികളുമായി CBIക്ക് മുന്നോട്ട് പോകാമെന്ന് വ്യക്തമാക്കി. തുടർന്നാണ് CBI ഈ സാക്ഷികൾക്കെല്ലാം നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് കാക്കനാട് ജില്ലാ ജയിലിൽ എത്താനുള്ള ഒരു നിർദ്ദേശമാണ് സാക്ഷികൾക്ക് നൽകിയിരിക്കുന്നത്. അവിടെ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലാണ് തിരിച്ചറിയൽ പരേഡ് നടത്തുക. സ്വാഭാവികമായും ഈ സാക്ഷികൾക്ക്, ഈ പ്രതികളെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ, ഇവരാണ് താമിർ ജിഫ്രിയെ ക്രൂരമായി മർദ്ദിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായും പ്രതികൾക്ക് പരമാവധി ശിക്ഷ വാങ്ങി നൽകാനും, ഈ കേസന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യൽ നടപടികളും തെളിവെടുപ്പുകളും CBI പൂർത്തിയാക്കിയിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ തിരിച്ചറിയൽ പരേഡിലേക്ക് കൂടി ഒരിക്കൽ കൂടി CBI താനൂർ കസ്റ്റഡി കൊലപാതക കേസിൽ കടക്കുന്നത്.